ഓഫീസ് ഓഫ് ദ മക്ക മസ്ജിദ് ആൻഡ് റോയൽ മസ്ജിദ്. നമ്മുടെ ചാർമിനാറിൻ്റെ തൊട്ടടുത്തുള്ള ഹൈദരാബാദ് ചാർമിനാറിൻ്റെ തൊട്ടടുത്തുള്ള മക്ക മസ്ജിദിലെ ഒരു വിശേഷമാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മക്ക മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം ഒരു സെക്യൂരിറ്റീസ് ഉണ്ട്. ലഗേജ് ഒന്നും അലോഡല്ല, അതുകൊണ്ട് നമ്മൾ ബാഗ് ലഗേജസ് ഒക്കെ ആണെങ്കിൽ വെളിയിൽ ഒരാൾ വെച്ചിട്ട് നമ്മളകത്തോട്ട് വന്നു ഗൈസ്. ഇതാണ് സെക്യൂരിറ്റി എൻട്രി ഉള്ള സ്ഥലം. ചേരിഞ്ഞ് നിൽക്കുന്ന വാപ്പ നമ്മുടെ മക്ക മസ്ജിദിൻ്റെ മുന്നിലായിട്ട് നിൽക്കുകയാണ്. കണ്ട മമ്മി ഇതാ നിൽക്കുന്നു. മക്ക മസ്ജിദിൻ്റെ മുന്നിലുള്ള വിഷ്വൽസാണ് ഗൈസ് നമ്മൾ ഇനി അടുത്ത കാണിക്കുന്നത്. ഇഷ്ടംപോലെ പ്രാവുകൾ കേട്ടോ. പ്രാവുകൾ നോക്കി ഒരു രക്ഷയില്ലാത്ത പ്രാവുകൾ. ഫ്രണ്ടിൽ അവിടെ ആണെങ്കിൽ ഒരു പൂച്ചയാണെങ്കിൽ ഒരു പ്രാവിനെ കടിച്ചെടുത്തിട്ട് പോകണം കേട്ടോ. ഉള്ളിൽ പൂച്ചത് അവിടെ ഒരു പ്രാവിനെ കടിച്ചെടുത്തിട്ട് പോകും. ഓ മൈ ഗോഡ്, പൂച്ച ഒരു പ്രാവിനെ കടിച്ചെടുത്തിട്ട് പോയി. ഇവിടെ ഇഷ്ടംപോലെ പ്രാവുകളുണ്ട്. മക്ക മസ്ജിദിൻ്റെ തൊട്ടടുത്തായിട്ട് ചാർമിനാറുണ്ട്. ചാർമിനാർ നമുക്കിവിടെ നിന്ന് ഈ സൈഡിലാണെങ്കിൽ ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഗസ്റ്റൊക്കെ ഇരിക്കുന്ന കാണാം. നമുക്ക് നേരെ പള്ളിയുടെ അകത്തോട്ട് കയറാം ഗസ്. ഈ സൈഡിലേക്ക് ഇഷ്ടംപോലെ പേര് നിൽക്കുന്ന കാണാം കേട്ടോ. ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഓഫീസ് ഓഫ് ദ മക്ക മസ്ജിദ് റോയൽ മസ്ജിദ്. ഈ ഒരു സൈഡിൽ ചപ്പൽസൊക്കെ ആണെങ്കിൽ വെളിയിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അകത്തോട്ട് കയറേണ്ടത്. അകത്തോട്ട് കയറുമ്പോഴേക്കും ഈ ഒരു സൈഡിലാണെങ്കിൽ ഹൗലുണ്ട്. നമുക്ക് ഹൗലിൻ്റെ സൈഡിൽ നിന്നിട്ട് ഒതു എടുത്തതിന് ശേഷം വേണം നമുക്ക് പള്ളിയുടെ അകത്തോട്ട് കയറേണ്ടത്. അല്ലാത്ത ഗസ്റ്റുകൾക്കാണെങ്കിൽ നമുക്കിതാ ഈ ഒരു സൈഡിൽ വെളിയിൽ ഇതാ ഇവിടെ ഇരുന്ന് ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ സംഭവം എടുത്തതിന് ശേഷം പോകാം. ആ ഒരു സൈഡിലാണെങ്കിൽ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഗൈസ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആ സൈഡിൽ പോയി വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം വെളിയിൽ നിന്ന് പറഞ്ഞ ഗസ്റ്റുകൾക്ക്, മാത്തുനിന്ന് വരുന്ന ഗസ്റ്റുകൾക്ക്, മുസ്ലിംസും അമുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം ഇവിടെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ പള്ളിയുടെ അകത്തുള്ള വിഷ്വൽസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറി ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ല, വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ആണെങ്കിൽ മൊബൈലിൻ്റെ ഒരു സിഗ്നലും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2-3 സ്റ്റാഫുകളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് വിഷ്വൽസൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് എടുക്കാവുന്നുണ്ട്. എന്തൊക്കെ സംഭവം തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടാ. എന്ത് തൂക്കുകളൊക്കെ ആണോ എന്നുള്ള കേസായിരുന്നു. ഇവിടെ പള്ളിയൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. മക്ക മസ്ജിദാണ് ഗൈസ്. അതായത് നമ്മുടെ ഹൈദരാബാദിലുള്ള മക്ക മസ്ജിദാണ് ഗൈസ് നിങ്ങൾ പോയി കാണുന്നത്. ചാർമിനാറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു മക്ക മസ്ജിദ് ഉള്ളത്. അതോടൊപ്പം തന്നെ മക്ക മസ്ജിദിൻ്റെ ആ ഒരു സൈഡിൽ ഒതു എടുത്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. സ്വിച്ച് ഓഫ് യുവർ ഫോൺ എന്ന് പറഞ്ഞിട്ട്, അത് അകത്ത് കയറുന്ന സമയത്താണെങ്കിൽ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു സൈഡിലുള്ള ഒരു വിഷ്വൽസ് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തോട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഖബർസ്ഥാനമാണോ എന്താണെന്നൊരു പിടുത്തമില്ല. ചെറുതായിട്ട് അവിടെ സംഭവം പൊക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മക്ക മസ്ജിദിൻ്റെ അകത്തുള്ള ഒരു വിഷ്വൽസാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, അങ്ങ് ലാസ്റ്റ് ഖബർസ്ഥാനമാണോ എന്നൊരു ഡൗട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണെങ്കിൽ അങ്ങൊന്ന് വരുന്നുണ്ട്. ഒലു എടുക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണെങ്കിൽ ഹൗലും ഉണ്ട്. അതോടൊപ്പം നമുക്ക് തൊട്ടങ്ങറ്റത്താണെങ്കിൽ ചാർമിനാർ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഗൈസ്. ഇവിടെ ഒലു എടുക്കുന്ന സ്ഥലം കാണാം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തായിട്ടുള്ള ഒരു അറയിലാണെങ്കിൽ ഇഷ്ടംപോലെ ഖബറാണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. മക്ക മസ്ജിദിൽ വന്ന സമയത്ത് മക്ക മസ്ജിദിൽ കണ്ട വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ഖബർ സ്ഥാനങ്ങൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഗൈസ്. കുറേ ഖബർ സ്ഥാനങ്ങൾ ഈ ഒരു സൈഡിലായിട്ട് കിടക്കുന്നതാണ്. ഇഷ്ടംപോലെ ഖബർ സ്ഥാനങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം കാണിച്ചു തരാം. എല്ലാവരുടെ പേര് സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഉറുദുവിലും അറബിയിലൊക്കെ ആയിട്ടാണ് സംഭവം എഴുതി വച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഗൈസ്. ഇഷ്ടംപോലെ ഖബർ സ്ഥാനങ്ങളുണ്ട്. ഒരു സൈഡിലൊക്കെ നമുക്ക് ഫുള്ളും ഖബർസ്ഥാനങ്ങളാണ്. എല്ലാവരുടെയും പേര് സംഭവം ഉറുദുവിലും അറബിയിലും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഓട്ടിച്ചൊന്ന് കാണിച്ചു തരാം. നമ്മൾ മക്കയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഹൈദരാബാദിലെ മക്കയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ട, മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഖബർസ്ഥാനവും ഉണ്ട്. ഇവിടെ ഖബർസ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ താഴോട്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇറങ്ങി നടക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഉസ്താദ് വന്ന സമയത്ത് പുള്ളിക്കാരനാണെങ്കിൽ താഴോട്ട് ഇറങ്ങി നടക്കേണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. മുകളിൽ കയറി നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഖബർസ്ഥാനം നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം. അതോടൊപ്പം തന്നെ
തൊട്ടടുത്താണ് ഒതു എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഹൗലും നമുക്കിവിടെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ പ്രാവുകളും. അങ്ങ് ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ ചാർമിനാർ തല പൊക്കി തന്നെയാണ് നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ ചാർമിനാറിൽ നമുക്ക് കയറിയതിന് ശേഷം ഫ്രണ്ടിലുള്ള മക്കാ മസ്ജിദ് വേറെ 200 മീറ്റർ മാത്രമുള്ള ദൂരെ, എൻട്രി ഫീസൊന്നുമില്ല. മക്കാ മസ്ജിദ് നമുക്കൊന്ന് റിലാക്സേഷൻ ചെയ്യാം, നമസ്കാരം ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇതുപോലുള്ള ഒരു കവർ സ്ഥാനം കൂടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നൈറ്റ്സ് വ്ളോഗർ മിക്കു റോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജും മിക്കു റോക്ക് നൈറ്റ്സ് വ്ളോഗർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് പേജും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. നിങ്ങൾക്ക് എന്തായാലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവുന്ന വിഷ്വൽസൊക്കെ നമ്മുടെ വീഡിയോസിലൂടെ മാക്സിമം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ചെറിയ വീഡിയോസിലാണ് നമ്മുടെ രണ്ടാമത്തെ പേജായിട്ടുള്ള മിക്കു റോക്ക് നൈറ്റ്സ് വ്ളോഗർ എന്ന് പറയുന്ന നമ്മുടെ പേജിലും കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രാവ് പറക്കണം എടുത്തോട്ടെ. സൂമിങ് ആണ്. മക്കാ മസ്ജിദിൻ്റെ ഫ്രണ്ടിലുള്ള വിഷ്വൽസ് ആണ് കേട്ടോ. വലിയ ഒരു ഡോറിൻ്റെ ഒരു സൈസ് നോക്കും. മക്കാ മസ്ജിദ് ചാർമിനാറിൻ്റെ മുന്നിലുള്ള മക്കാ മസ്ജിദിൻ്റെ മുന്നിലുള്ള വിഷ്വൽസാണ് ഗൈസ് നമ്മളിപ്പോൾ കാണുന്നത്. ഡോറിൻ്റെ സൈസാണ് പഴയ കാലത്തെ ഡോറാണ്, അതുകൊണ്ടാണ് ഇത്രയും തൊട്ടടുത്തായിട്ട് ചാർമിനാറുണ്ട്. മക്കാ മസ്ജിദ് ഹൈദരാബാദിൻ്റെ തൊട്ടടുത്തായിട്ട് ചാർമിനാറിൻ്റെ അടുത്തുള്ള മക്കാ മസ്ജിദിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ക്രൗഡ് ആണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്തൊരു തിരക്ക്. ഇവിടെ നിലയിക്കുന്നതാണ് ഒരു രക്ഷയില്ലാത്തൊരു തിരക്ക് നമുക്ക് കാണാൻ പറ്റും. സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ സെയിൽ ചെയ്യുന്ന ഇഷ്ടംപോലെ കടകൾ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഡ്രസ്സ് ഐറ്റംസിലാണ് കൂടുതലായിട്ടും സെയിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റഡ്സ്, ബാംഗിൾസ്, ചപ്പൽ ഐറ്റംസ്, ബാഗ് ഐറ്റംസിലൊക്കെയാണ് കുറച്ചും കൂടെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള സെയിൽ. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സാധനങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ പേൾസ് ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ ചാർമിനാർ പേൾസ് നമ്മൾ ഫേമസ് ആണ്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ടാണ് ഈ ചാർമിനാർ പേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം കത്തിച്ചൊക്കെ കാണിക്കും. അതൊക്കെ സംഭവം നോക്കുക. മിക്കവാറും തേപ്പായിരിക്കും. ഇവിടെ ജ്യൂസ് ഐറ്റംസ് 20 രൂപയ്ക്കുള്ള പലതരം ജ്യൂസ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. അത് എത്രത്തോളം നല്ലതാണെന്നുള്ള കേസൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ठंडा मीठा शरबत 20 रुपए गिलास, मोहब्बत का मीठा शरबत 20 रुपए गिलास, वाटरमेलन एप्पल मैंगो. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇഷ്ടംപോലെ കടകളൊക്കെ കാണാൻ പറ്റും. സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും സേഫായിട്ട് വാങ്ങിക്കുക. ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ നോക്കിയും കണ്ടൊക്കെ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ ചാർമിനാർ ഇരിപ്പുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറാൻ വേണ്ടിയുള്ള അവസരമുണ്ട്. 25 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ലഗേജസ് ഒക്കെ താഴെയുള്ള ഒരു ക്ലോക്ക് റൂമിലൊക്കെ കൊടുക്കും. അതിന് 25 രൂപ, അതിന് 20 രൂപയാണ്. ഇപ്പോൾ ചാർജസ് ഒക്കെയാണ് നമ്മൾ നോക്കുക. 1 മണിക്കൂറിന് മാത്രമേ ഉള്ളൂ ലഗേജ് വയ്ക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ റേറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ